സോളോ ഗെയിമിംഗ് മൈറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Free Fire India is set. നമ്മൾ ഇന്ന് ഫ്രീ ഫയർ ആണ് കളിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരുടെ കൂടെയാണ് കളിക്കുന്നത്. അയ്യോ അതെ സെറ്റിങ്സ് ഒക്കെ ചെയ്തില്ല എന്നെ ചെയ്തില്ലെങ്കിൽ പണിയാണ് കളിക്കാൻ പറ്റില്ല. അയ്യോ അത്ര വലുതാക്കണ്ട, ഇത്ര മതി. കളി സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് റെഡി ആക്കിയിട്ട് ഞാൻ പോകും. എന്റെ മലയ്ക്ക് കളിക്കാൻ പറ്റില്ല, നമ്മൾ നോക്കും. അതാണ് കുഴപ്പം. അപ്പൊ നമ്മള് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാത്തവരാണ് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. ഇത് വലുത് മതി തോന്നുന്നു. ഓയ്യോ എന്റെ പൊന്നെ, ഇത് റെഡിയാക്കി കഴിയുമ്പോഴേക്കും കളിയും കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടാവും. ആ സാധ്യത. അയ്യോ പോരെ റെഡിയാക്കിയത്. ഓക്കെ, ഞാൻ ഇവിടെ എത്തി ഒറ്റയടിക്കായി. ശരി, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ പോലും പറഞ്ഞത് ഞാൻ ഇത്രയും ദൂരം ഓടി വന്നു. അവിടെ നിന്ന് ഞാനാണ് ഇവിടെ എത്തിയപ്പോൾ. അതിനാരും എന്നെ കൊന്നില്ലല്ലേ? ഞാനും എന്നെ കൊന്നു. നേരത്തിന് ഓടിപ്പോണം. ഇവിടെ നടിച്ചാൽ കിട്ടും. കൊണ്ട് ഒരു സെക്കൻഡ് നമുക്ക് ഇതും കൂടെ മാറ്റാണ്ട്. ഞാൻ മിക്കവാറും ഇനി ഈ വീഡിയോ ഫുള്ള് ഇതായിരിക്കും. മതിയോ? അയ്യോ അത് പറ്റൂല. മതിയായിരിക്കും. എന്റെ കൂട്ടുകാരനാണ് ഷെയ്ഡ്. അവനൊരു ചാനലുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യിക്കട്ടോ എല്ലാവരും. നല്ല ചാനൽ, അവൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. ഇവിടെ എമ്മിണ്ട് മണ്ട റഷ് ചെയ്ത് നല്ല പണി കിട്ടോ. അവൻ എന്നെയാണ് രക്ഷിക്കണമായിരുന്നു. ഞാൻ കൂട്ടുകാരനാണ്. എന്നെ അടിക്കുന്നവൻ, ഞാൻ ഇവനെ അടിക്കുന്നതെന്ന് പറഞ്ഞാണ് അവന്. അയ്യോ അതും പോയി. അവന്മാരെ പോയി നേരിടണം. ഇവിടെ ബാക്കിൽ എങ്ങനെയുണ്ടായിരുന്നേ? ഞാൻ പറഞ്ഞില്ല. അയ്യോ സൈഡിൽ നിന്ന് ചെയ്താൽ മതി. ഞാൻ മറ്റവനെ നോക്കി ഉണ്ടിട്ടുണ്ട്. മറ്റവന്മാരെ അതിൻ്റെ ഇടകളോ റെഡിന്ന് ഇല്ലെടുത്ത് സ്നൈപ്പർ കിട്ടി. സ്നൈപ്പർ ഇവിടെ ഇരുന്ന് എല്ലാത്തിനും തന്നെ പടേന്ന് കേൾക്കും. അയ്യോ എന്നാടാ ഇത്ര സ്പീഡില്? ചോട്ടോ അത് ഞാൻ ബോഡി ചോട്ടാണല്ലോ കൊടുത്തേ. ഞാനപ്പോ ഇവിടെ താഴേക്ക് കാണുന്നില്ല. പക്ഷെ എനിക്കിവിടെ നിന്ന് കാണില്ല. ഓടിക്കുന്നു. മിസ്സായി. ഇവിടെ ഒന്ന് അടിക്കാല്ലേ? നല്ല നോക്ക്. ഇതിന്റെ മണ്ടായിട്ട് സ്നൈപ്പർ കിട്ടുന്നേ. ജസ്റ്റ് കൊണ്ടില്ല. എന്നെ പറഞ്ഞു
ഉണ്ടായിരുന്നല്ലോ. അവൻ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോയിട്ട് പിന്നെ കാണാൻ പറ്റും. എന്ത് പണിയാണത്? അവനെ സ്കോപ്പിട്ട് അടിച്ചിട്ട് കൊണ്ടുപോയത് ഇവിടെ ഇവിടെ. അത് കൊള്ളാലോ പണി. പറ്റൂല കേട്ടോ ചീറ്റിങ്. ഇവിടെ വേറെ ആരും ഇല്ല. പൈസ ഭാഗ്യ സ്നൈപ്പർ ആയിട്ട് ഞാൻ തൊട്ടടുത്തുള്ളവന്മാരെ അടിക്കാൻ ഇച്ചിരി പണി. ദൂരാണെങ്കിൽ സ്കോപ്പ് ഇട്ട് അല്ലെങ്കിൽ അല്ലാണ്ടും അടിക്കാം. അതാ കൂട്ടുകാരൻ വിളിച്ചത്. മര്യാദക്ക് നിക്കണം. അവിടെ എനിക്കുണ്ടോ? നിങ്ങൾ ഇടയ്ക്ക് നോക്കണം. ഇവിടെ എനിക്ക് വലിയ ഇറങ്ങുന്നുണ്ടോ? അതും ഒരു പണിയാണ്. അതേ കൂട്ടുകാരനപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ നമ്മളെ കണ്ട. അയ്യോ മിസ്സാവൂല. അതാണ് തന്നെ. എങ്ങോട്ടാണ് പോണേ? ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരനാണ് ഞങ്ങൾക്കോളും. ഇവനവനെ കൊന്നോ? നല്ല കാര്യം. അവന്റെ കൂട്ടുകാരനെ അടിച്ച് എൻ്റെ റിവെഞ്ച് എടുക്കാൻ പോകുമ്പോ വേറെ എടുത്ത എന്നെ പകുതി എൻ്റെ കാര്യങ്ങളൊന്നും തീർന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എനിമി ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല എനിമി. ഞാൻ വിചാരിച്ച അവൻ വലിയ പ്രോ പ്ലെയർ വന്നില്ല. ഇപ്പൊ കൊല്ലു അയ്യാന്ന് പറഞ്ഞ് ഞാനിപ്പോ ഇരിക്കുകയാണ്. പങ്ങാടി അങ്ങനെ കിട്ടും. എന്നെ കണ്ടു കേട്ടോ. അയ്യോ എന്നെ കൊന്നു. എന്റെ നെറ്റ് പോയതാണോ? അല്ല, ശരി. അവർക്ക് എന്നാണ് നെറ്റ് കുറവാണ്ടോ എനിമീസിന്? എനിക്ക് നെറ്റിന്റെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ താഴെ നമ്മുടെ കൂട്ടുകാരുണ്ട്. റിവ്യൂടാ അയ്യോ കൂട്ടുകാരൻ അവിടെ പോയി മേടിക്കിട്ട് വാടാ. എന്റെ നൈഫ് എല്ലാം പോയി. വന്നു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ കേൾക്കാനാണ് പറയാൻ. അങ്ങനത്തെ മൈൻഡല്ലല്ലോ. ഇപ്പൊ കുറച്ച് ദിവസം നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഫ്രീ ഫയറിന്റെ അപ്ഡേറ്റ് വന്നതിന്റെ പുതിയ ഇവന്റ് ഞാനിതൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. തുടങ്ങിയിട്ട് പോലില്ല. അന്നേരം ക്ലാഷ് കോഡ് കളിക്കാൻ നമ്മൾ കളിക്കി. അപ്പൊ നമ്മൾ ക്ലാഷ് കോഡ് ഫ്രീ ഫയർ ഇന്ത്യ നമുക്ക് നേരെ റഷ് ചെയ്ത് പോകാനുള്ളതുകൊണ്ട് ഈ ഗണ്ണ് എടുക്കുന്നതാണ് നല്ലത്. അടിക്കാൻ അറിയാം, പക്ഷെ ഞാൻ അടിക്കൂലെന്ന് മാത്രം ഒരു കുഴപ്പമുള്ളൂ.
ഇവന്മാര് ഇവിടെ ഒക്കെ ഉണ്ടോ? ഓക്കെ, എനിക്ക് എത്ര പേരുണ്ടായാലും എനിക്കൊരു വിഷയം. അയ്യരി, ഇപ്പൊ ഞാൻ ഇത്ര നേരം ഒറ്റക്കായിരുന്നു ഈ കളിച്ചോണ്ടിരുന്നത്. ഞാൻ പ്രോഫാണ്. എന്റെ ഞാൻ കാണിക്കില്ല, അതാ കുഴപ്പം. കാണിക്കാണെങ്കിൽ ഇതേപോലെ ഒറ്റ ലീവില്ല. ഇത് ഈ സംഭവം MVP അടിക്കുമ്പോ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മറ്റേ പണ്ടത്തെ പണ്ട് ഫ്രീ ഫയറിൽ ഉണ്ടായിരുന്ന മറ്റേ ഇതൊക്കെ ഇല്ലേ, അതൊക്കെ തിരിച്ചു കൊണ്ടുവന്നു കരീന. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ MVP അടിക്കുമ്പോ നമ്മുടെ മേളില് MVP-യുടെ ചിഹ്നമൊക്കെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ കണ്ട് ഇനി ഞാൻ പണ്ട് ഒരു പ്രാവശ്യം MVP അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കളിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാണ് ഈ കളിക്കാൻ പണ്ട് കളിക്കാൻ പഠിച്ചപ്പം ഞാൻ പ്ലാന്റിനെ അടിച്ച എൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. ഞാൻ ചുമ്മാ ഒരു പേര് കിട്ടുമല്ലോ, എന്റെ പേര് കൊമ്പൻ എന്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് വീണ്ടും ഞാൻ എല്ലാത്തിനെയും കൊണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് അയ്യോ കണ്ടില്ല. വേറെ ആണോ? ഈ സാധനം ഇത്ര കുഞ്ഞതല്ലേ, ഇപ്പഴാ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ സ്നൈപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. ഒന്നുമില്ല, എൻ്റെ അകത്തോട് കയറി ഇവിടെ ഇരിക്കും. അമ്മമാരൊക്കെ എന്ത് ചെയ്യും? ോടല്ലേ നിക്കുന്നു. അവൻ അയ്യോ ഓയ് അല്ല പിന്നെ എന്റെ കൂട്ടുകാരനെ തൊടാറായിട്ടില്ല, നിക്കട്ടാ. അതൊക്കെ ഒന്ന് പറഞ്ഞാ മതി. എനിമീസ് ഇവിടെ ഉണ്ട്. ഇത് ഞാൻ ഈ സ്കോപ്പ് ഇട്ട് കളിയാണത്. ഇതാണ് കുഴപ്പം, ഈ സ്കോപ്പിന്റെ സംഭവം ഇത്ര അടുത്ത് വെച്ചുള്ള കുഴപ്പം. പക്ഷെ മാറ്റി വെച്ചാൽ നന്നായിട്ട് കളിക്കാനും പറ്റൂല, അതാണ് കുഴപ്പം, സത്യത്തിലുള്ള കുഴപ്പം. മാക്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, അവര് തന്നിട്ട് മാസ് Resources here. Need resources here. I want it, thanks. എടാ സ്നൈപ്പർ എന്റെ ഓൾറെഡി ഉണ്ടാ. കൂട്ടുകാരന് ഞാൻ എപ്പോഴും സ്നൈപ്പർ ഓൺലി ചലഞ്ച് പറഞ്ഞു. എപ്പോഴും ഞങ്ങൾ രണ്ട് സ്നൈപ്പർ കിട്ടുവാണ്, അപ്പം എടുക്കും, പിന്നെ കളിയാണ്. എന്നുവെച്ചാൽ നല്ല കണ്ണ് സ്നൈപ്പറാണ് എടുക്കുക. സ്നൈപ്പർ അല്ല, സ്നൈപ്പർ അല്ലല്ലോ, എന്റെ പേരെന്നായിരുന്നു, AW. ഇതാണ് നല്ലതാണ്, അതാകുമ്പോ ലോങ് റേഞ്ച് ഒക്കെ നന്നായിട്ട് കയറും. ഓക്കേ, ഇവിടെ ആരാ?
നോക്ക്. Triple takedown. ഓ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ അങ്ങനെ വിജയകരമായി ജയിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാൻ പോവാണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. 20 ലെവലാണ് കിട്ടുന്നു. അത് ശരി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Free Fire in ഓക്കെ ബൈ ഗൈസ്. ബൈ. ഒന്നും കൂടെ പറഞ്ഞ Young Tatsuya knows അടുത്ത how to കളിയാണ് get ഞങ്ങൾ things done. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.